ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ കൊല്ലംകോടിലേക്കാണ് കേട്ടോ. നമ്മൾ പാലക്കാട് നിന്ന് തന്നെയാണ് കേട്ടോ കൊല്ലംകോട് കയറിയത്. കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ മലകളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങി കേട്ടോ. മലകൾ മാത്രമല്ല, മഴക്കാറും ഉണ്ടായി. ഗൈസ്, അപ്പോൾ നമ്മൾ എത്ര കിലോമീറ്ററൊക്കെ ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അവിടെ നിന്ന് കുറേ ആടുകൾ വരുന്നുണ്ടായിരുന്നു. എന്ത് അതിമനോഹരമായ കാഴ്ച! അങ്ങനെ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി ഗൈസ്. മഴക്കാർ ആകാശത്തുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾ ഉറപ്പിച്ച് വെച്ചായിരുന്നു മഴ പെയ്യുമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ മഴയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന സ്പോട്ടിലേക്ക്. നമ്മൾ ആദ്യം പോകുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ്, മഴയൊക്കെ തോർന്നതേ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് കേട്ടോ. സീതാർകുണ്ട് എന്നാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. ഹൈവേയിൽ നിന്ന് നമ്മൾ പിന്നെ കയറുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ് കേട്ടോ. ആ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. പച്ച വിരിച്ച് കിടക്കുന്ന 2 പാടങ്ങൾക്കിടയിലൂടെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ചെറിയ കുടിലുകളാണ് അവിടെ. മുഴുവൻ ഓലമേഞ്ഞതാണ് കേട്ടോ ഗൈസ്. റോഡുകളൊക്കെ ഇത്തിരി മോശമാണ്, എന്നാലും ഗ്രാമങ്ങൾ അതിമനോഹരമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഗൈസ്, ദേ നമ്മൾ സീതാർകുണ്ടിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ ഗൈസ്, ദേ നമ്മുടെ വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടോ. ഇനി നമുക്ക് അവിടെ നിന്ന് കുറച്ചുള്ളിലേക്ക് നടക്കാനുണ്ട്. അങ്ങനെ ഗൈസ്, ഞങ്ങളിത് വെള്ളച്ചാട്ടത്തെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് കയറ്റമൊക്കെ ഉണ്ട് മുകളിലേക്ക്. പിന്നെ പോകുന്ന വഴി അട്ടകളെയൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ ലക്ഷ്യമാക്കി സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം. അത്യാവശ്യം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ അത്യാവശ്യം ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് വണ്ടി വെച്ചടുത്തേക്കാണ് കേട്ടോ. അടുത്തത് ഞങ്ങൾ ലക്ഷ്യമാക്കി പോകുന്നത് കൊല്ലംകോട് ഷാപ്പിലേക്കാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ചെയ്യുന്ന ഒരു ഷാപ്പാണ് കൊല്ലംകോട്. ഞങ്ങൾ വരുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. കുറേ നെൽപ്പാടങ്ങൾക്കിടയിലൂടെ കുറേ ജമന്തികൾ നട്ടുവെച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് പൂക്കളും ഉണ്ടായിട്ടുണ്ട്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ നമുക്ക് അവിടെ കിട്ടിയത്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലംകോട് ഷാപ്പാണ് കേട്ടോ ഗൈസ്.
അങ്ങനെ ദേ നമ്മൾ നമ്മുടെ ഷാപ്പിലേക്ക് എത്തി കേട്ടോ. ഇവിടെയാണ് കേട്ടോ എല്ലാവരും റീൽസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ വരുന്നത്. ഷാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കള്ള് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ. അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു സ്പോട്ട് കൂടിയാണ്. കാരണം ഇതിൻ്റെ പുറയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കാട് പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. എന്തായാലും ചെന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഒരു ഗ്ലാസ് കള്ള് മേടിച്ച് കുടിച്ചിട്ടോ ഗൈസ്, പൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് കേട്ടോ ഗൈസ്. അവിടെ ചെന്ന് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. കണ്ടതിൽ വെച്ച് ഏറ്റവും അതിമനോഹരമായ ഒരു ചായക്കടയാണ് കേട്ടോ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ഇറ്റ്സ് മീ വൈഗ.